Question number 6, integral 2 to 8 modulus x minus 5 dx. ഇവിടെയും മോഡുലസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് ആ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് കണ്ടുപിടിക്കണം. അതായത് എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 5 എന്ന് വരും. അപ്പോൾ നമ്പർ ലൈനിൽ 2 to 8 5 എന്ന് പറയുന്ന ആ പോയിന്റ് ഇൻറ്റിജർ ഉണ്ടല്ലോ അവിടെ വെച്ച്, അതായത് 2 to 5 ഫംഗ്ഷൻ മൈനസ് ആയിരിക്കും. 5 to 8 ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരിക്കും. അതായത് മോഡുലസ് എക്സ് മൈനസ് 5 എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് മൈനസ് 5, എക്സ് ലെസ് ദാൻ 5, എക്സ് മൈനസ് 5, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ആ 2 to 8 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 to 5 മൈനസ് ഓഫ് എക്സ് മൈനസ് 5 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 5 to 8 എക്സ് മൈനസ് 5 ഡി എക്സ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആണ്. എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 5x പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 5x. ലിമിറ്റ് ഇവിടെ 5 to 8 ആണ്. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 9 കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു n ഡി എക്സ്. തന്നിരിക്കുന്ന ഇൻ്റഗ്രേഷൻ ഐ എന്ന് പറഞ്ഞെടുക്കുന്നു. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ് ടു n ഡി എക്സ്. ഇവിടെയും ഇൻ്റഗ്രൽ 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ പ്ലേസിൽ എക്സിന് എങ്ങനെ ചേഞ്ച് ചെയ്യും? 1 മൈനസ് എക്സ് എന്ന് ചേഞ്ച് ചെയ്യും. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സിൻ്റെ പ്ലേസിൽ 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു n ഡി എക്സ് എന്ന് കൊടുക്കുന്നു. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 മൈനസ് 1 ക്യാൻസൽ ആവും. പിന്നെ എക്സ് റൈസ് ടു n മാത്രമേ ഇവിടെ വരൂ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു n ഡി എക്സ്. ഇത് എക്സ് റൈസ് ടു n ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 ഇൻറ്റു എക്സ് റൈസ് ടു n എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു n വരും. ഇവിടെ എക്സ് റൈസ് ടു 1 എന്നല്ലേ, അപ്പോൾ എക്സ് റൈസ് ടു 1 ഇൻറ്റു എക്സ് റൈസ് ടു n എന്ന് പറയുന്നത് എക്സ് റൈസ് ടു n പ്ലസ് 1 ഡി എക്സ് എന്ന് വരും. ഇനി സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ടേം ആക്കി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 to 1 എക്സ് റൈസ് ടു n ഡി എക്സ്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 0 to 1 മൈനസ് ഇവിടെ ഇതിന് n പ്ലസ് 1 കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? n പ്ലസ് 2 ബൈ n പ്ലസ് 2 എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ അപ്പർ ലിമിറ്റ് 1 ആണ്. 1 എക്സിൻ്റെ പ്ലേസിൽ 1 റേസ് ടു n പ്ലസ് 1 എന്ന് വരും. 1ന് റേസ് ടു എന്ത് വന്നാലും നമുക്ക് എന്തിനു എഴുതാം? 1 എന്ന് എഴുതാം. 1 ബൈ n പ്ലസ് 1. എക്സ് എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ലോവർ ലിമിറ്റ് 0 ആയി പോവും. മൈനസ് ഇവിടെയും എക്സിൻ്റെ പ്ലേസിൽ 1 എന്ന് കൊടുക്കുക. അപ്പോൾ 1 ബൈ n പ്ലസ് 2 എന്ന് വരും. എൽ സി എടുക്കുന്നു. n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് n മൈനസ് 1 എന്ന് വരും. അപ്പോൾ n n ക്യാൻസൽ ആയിട്ട് ആൻസർ 1 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2. ഇൻ്റഗ്രൽ 0 to പൈ ബൈ 4 ലോഗ് 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to പൈ ബൈ 4 ലോഗ് 1 പ്ലസ് ടാൻ എക്സ് എന്ന് എടുക്കുന്നു. ഇവിടെയും 0 to a എഫ് ഓഫ് ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് ഉള്ള പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ പൈ ബൈ 4 ആണ്, എയുടെ പ്ലേസിൽ പൈ ബൈ 4 ആണ് കിടക്കുന്നത്. അപ്പോൾ എ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് ചേഞ്ച് ആവും. അപ്പോൾ എക്സിൻ്റെ പ്ലേസ് മാത്രമല്ലേ ചേഞ്ച് ആവും. അപ്പോൾ ഇവിടെ ടാൻ എക്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. ഇവിടെ എന്ന് പറയുമ്പോൾ ടാൻ എ മൈനസ് ബി എങ്ങനെ എഴുതണ്ട നമ്മൾ? ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് വരും. ടാൻ പൈ ബൈ 4 എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ ടാൻ പൈ ബൈ 4ൻ്റെ പ്ലേസിലെല്ലാം നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ഇൻ്റഗ്രൽ 0 to പൈ ബൈ 4 ലോഗ് 1 പ്ലസ് 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ് എന്ന് വരും. ഇനി ഇവിടെ എൽ സി ആയിട്ട് എടുക്കുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ് പ്ലസ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് വരും. ഇപ്പോൾ ടാൻ എക്സും മൈനസ് ടാൻ എക്സും കൂടെ ക്യാൻസലായിട്ട് 1 പ്ലസ് 1 2 ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to പൈ ബൈ 4 ലോഗ് 2
ബൈ 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ് എന്ന് വരും. നമുക്ക് ലോഗ് എ ബൈ ബിയെ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. അതുപോലെ ലോഗ് 2 ബൈ 1 പ്ലസ് ടാൻ എക്സിനെ ലോഗ് 2 മൈനസ് ലോഗ് 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഈ ലിമിറ്റ് ഇങ്ങോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും ഫംഗ്ഷൻ? ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് 1 പ്ലസ് ടാൻ എക്സ് എന്ന് വരും. അത് നമ്മളിവിടെ ഐ എന്ന് പറഞ്ഞല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് 2 ഡി എക്സ് മൈനസ് ഐ എന്ന് എഴുതാം. ഇനി ഈ ഐയെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഐ പ്ലസ് ഐ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് 2 ഡി എക്സ് എന്ന് വരും. ലോഗ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ സൈന് പുറത്തെടുക്കാം നമുക്ക്. ലോഗ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 4 ഡി എക്സ്. 2i ഈക്വൽ ടു ലോഗ് 2 ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് വരും. 0 ടു പൈ ബൈ 4 എക്സിന് അപ്പർ ലിമിറ്റ് പൈ ബൈ 4 കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് 0 കൊടുക്കുന്നു. അപ്പോൾ ലോഗ് 2 ഇൻറ്റു പൈ ബൈ 4 എന്ന് വരും. അപ്പോൾ പൈ ബൈ 4 ഇൻറ്റു ലോഗ് 2 2i ആണ് പൈ ബൈ 4 ഇൻറ്റു ലോഗ് 2 വരുന്നത്. അപ്പോൾ ഐ ഈക്വൽ ടു പൈ ബൈ 8 ലോഗ് 2. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇൻ്റഗ്രൽ 0 ടു 2 എക്സ് ഇൻറ്റു റൂട്ട് 2 മൈനസ് എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. 2 മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2 എക്സ് ഇൻറ്റു റൂട്ട് 2 മൈനസ് എക്സ് ഡി എക്സ് എന്ന്. ഇവിടെയും ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. അതായത് എക്സിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം? 2 മൈനസ് എക്സ് എന്ന് ചേഞ്ച് ആവും. അപ്പോൾ എക്സിൻ്റെ പ്ലേസിലെല്ലാം 2 മൈനസ് എക്സ് വരും. ഇൻ്റഗ്രൽ 0 ടു 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് 2 മൈനസ് എക്സ് ഡി എക്സ് വരും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 മൈനസ് 2 ക്യാൻസൽ ആവും, മൈനസ് മൈനസും പ്ലസ് എക്സ് ആവും. അപ്പോൾ 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ 0 ടു 2 റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/2 അല്ലേ, ഓരോ ടേമിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് എക്സ് റേസ് ടു 3/2 ഡി എക്സ്. ഇനി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് റേസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. അപ്പോൾ റെസിപ്രോക്കലായിട്ട് എടുത്ത് എഴുതുമ്പോൾ 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2. എക്സ് റേസ് ടു 3/2ൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ 2/5 ഇൻറ്റു എക്സ് റേസ് ടു 5/2. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സ് റേസ് ടു 3/2 അതായത് അപ്പർ ലിമിറ്റ് 2 അല്ലേ, 2 റേസ് ടു 3/2 എന്ന് വരും. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ക്യൂബ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 8 എന്ന് വരും. ഇവിടെയും അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? റൂട്ട് എക്സ് റേസ് ടു 5 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കുമ്പോൾ റൂട്ട് 32 എന്ന് വരും. ഇപ്പോൾ റൂട്ട് 8ന് നമുക്ക് 2 റൂട്ട് 2 എന്ന് എഴുതാം, റൂട്ട് 32ന് 4 റൂട്ട് 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ രണ്ടും 8 റൂട്ട് 2 എന്ന് വരും. രണ്ട് ടേമിൻ്റെയും ന്യൂമറേറ്റർ 8 റൂട്ട് 2. അപ്പോൾ 8 റൂട്ട് 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1/3 മൈനസ് 1/5 എന്ന് വരും. ഇവിടെ എൽ സി എടുക്കുമ്പോൾ 15 5 മൈനസ് 3 അതായത് 2 എന്ന് വരും. 2 ഇൻറ്റു 8 റൂട്ട് 2 അപ്പോൾ 16 റൂട്ട് 2 ബൈ 15.